മനസ്സിലാക്കിയിട്ടില്ല. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലോ മനസ്സിലാക്കുന്ന റസൂൽപ്പക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണ് എന്നെ പ്രകടിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുഃഖവാർത്ത ആദ്യം തന്നെ അറിയിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സജന നൂർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു സുഹൃത്തുക്കളെ. ഇപ്പോൾ എനിക്ക് സജന നൂറിൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. മീൻസ് എന്നെ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അക്കൗണ്ട് വഴി എനിക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്നാണ് ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ. വളരെയധികം വിഷമമുണ്ട്. ഞാൻ അതിന് മാത്രം നിങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ കണ്ട തൊട്ടിത്തന്നങ്ങൾ കാണിച്ചത് വിളിച്ചു പറയാം, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് വല്ല ദേഷ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കില്ല. പേഴ്സണലി എനിക്ക് നിങ്ങളുടെ ഒരു ദേഷ്യവും ഇല്ല, അങ്ങനെ വിചാരിക്കുകയും ചെയ്യില്ല. പക്ഷെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്യേണ്ട ലക്ഷ്യം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ റീസൺ, ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവിടെ നിന്ന് തപ്പിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്തും കൊണ്ടുപോയി റിയാക്ട് ചെയ്യുന്നുള്ള ചിന്തയായിരിക്കാം മേ ബി. എടാ, എനിക്ക് വേറൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ ഒന്ന് നോക്കിയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അത്രയും പറയണമെന്ന് തോന്നി. കാരണം ഞാൻ ഇന്നലെ സജിനയുടെ അക്കൗണ്ടിൽ എൻ്റെ മെയിൻ അക്കൗണ്ട് വഴി ഞാൻ ഇൻസ്റ്റ വഴി കയറി നോക്കിയപ്പോൾ സജിനെ കാണാനില്ല, കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വേറൊരു ഫേക്ക് അക്കൗണ്ട്, എൻ്റെ പേരിൽ തന്നെ ഞാൻ വേറൊരു ആക്റ്റീവ് അല്ലാത്തൊരു അക്കൗണ്ട് ഉണ്ട്, അതുവഴി ഞാൻ കയറി നോക്കിയപ്പോൾ ആ അക്കൗണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ട് വഴി നോക്കിയാൽ കിട്ടാത്ത രീതിയിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. അത്ര വിഷമമുണ്ട്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അറിയാത്തവരൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് വരിക, ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അവിടെ കാണാം, പാക്കത്താനെ പോറേ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് ആരംഭിക്കാം. വിഷയം എന്താണെന്ന്. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. സജന നൂർ ഇപ്പോൾ എയറിലാണ്. താഴെ ഇറങ്ങാൻ കുറച്ച് താമസം എടുക്കും. താഴെ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല, അമ്മാതിരി തൊട്ടിത്തനങ്ങളാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സജിനെ മാരേജ് ചെയ്തതിനു ശേഷം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്നുമല്ല. എന്ന് കുറച്ച് ഫിറോസ് നല്ലവനെന്നോ അവൻ മറ്റേ പരിശുദ്ധാത്മാവെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ആണ് അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം അത്രയും സഹിച്ചും ക്ഷമിച്ചും ഫിറോസ് നിന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുക, റസൂൽ പൂക്കുറ്റി തെറ്റുകാരനല്ലേ? ആണ്. പൂക്കുണ്ടിയും പൂക്കിറ്റിയും എല്ലാം തെറ്റുകാർ തന്നെയാണ്. അതായത് സജിന ഈ പറഞ്ഞതുപോലെ പോയി കുറേ എണ്ണത്തിൻ്റെ അവിടെയൊക്കെ പോയിൻ്റെ ലിസ്റ്റുകളൊക്കെ ഫിറോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. സൂപ്പർ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തികഞ്ഞു. വാവ്, അമേസിങ്. അതൊരു സൈഡിൽ കൂടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ സജിനയുടെ അമ്മ സജിനയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയാണ്. ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു പോയി, ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു പ്രശ്നം വന്ന് നമ്മൾ ഏറലായി തൊലഞ്ഞ് ആറാണത്തായാലും ചിലപ്പോൾ വീട്ടുകാർ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ലടാ, നമ്മൾ തൊട്ടിത്തനങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ വീട്ടുകാരും തൊട്ടിത്തനം വൃത്തിയിട്ട ടീംസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അത് ചിലപ്പോൾ ഗതികേടുണ്ടാവാം, മേ ബി എന്ത് റീസൺ ആവാം. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ചില ശത്രുക്കളൊക്കെ ഉണ്ട്. ഞാൻ കയറി ഇടിക്കാനുള്ള കലിപ്പുണ്ട്. ഞാൻ പലപ്പോഴും അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൈ കിട്ടി ഇടിച്ചവനെ ഇടിച്ച് ഉതവാതാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അമ്മ പറയും, നീ അങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ എന്നെ നീ ജീവനോടെ കാണൂല. ഭീഷണി, അമ്മയുടെ ഭീഷണി, മനസ്സിലായി? അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? കാരണം എന്തെങ്കിലും ചെയ്ത് ഇനി അമ്മ എന്തെങ്കിലും ചെയ്ത് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെ ഒരിക്കലും നമ്മുടെ വീട്ടുകാർ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു അടിയായാലും വഴക്കായാലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഒരു പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കത്തുള്ളൂ. അവർ നമ്മൾ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിച്ച് വിടാറില്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കണം വീട്ടുകാർ. അല്ലാണ്ട് ഞാനിപ്പോൾ അടിക്കാൻ അവനെ ഇടിക്കണമെന്ന് പറയും, നീ ഇപ്പോൾ ഇടിയണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന വീട്ടുകാരാകാൻ പാടില്ല. ഇവിടെ സജിനയുടെ കേസിൽ എനിക്ക് തോന്നുന്നത് എല്ലാ തൊട്ടിത്തനം കാണിച്ചപ്പോഴും കൂടെ വീട്ടുകാർ സപ്പോർട്ടായിട്ട് നിന്നതുപോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഫിറോസ് പൂക്കുണ്ടിയുടെ വീട്ടിൽ പോയിട്ട് പൂക്കുണ്ടിയുടെ സഹോദരൻ പറയണം, അവൻ അങ്ങനെയുള്ളവനൊന്നുമല്ല, അവൻ കുടുംബമൊക്കെ ആയിട്ട് കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുത്തനാണ്. ഇങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ പുച്ഛമാണെന്ന് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പുച്ഛം തോന്നുന്നത് ഈ പൂക്കുട്ടിയുടെ അടുത്തും ഉണ്ട്. കാരണം ഒരു ഭാര്യ കുടുംബമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇമ്മാതിരി തൊട്ടി പരിപാടിയൊക്കെ പോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എല്ലാവരുടെ പാസ്റ്റ് ലൈഫിൽ ചിലപ്പം കുറച്ച് കാൽക്കുലേറ്റ് പരിപാടികളൊക്കെ കാണും. പക്ഷെ നമ്മളൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് അവിടെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ ഒതുങ്ങുക, അടങ്ങുക. പിന്നെ കഴപ്പം കൊണ്ട് സാധനം പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുറന്നു വെച്ചുകൊണ്ട് പോകരുത്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. എനിക്കതേ മെയിനായിട്ട് പറയാനുള്ള. ആ ഒരു പരിപാടിക്ക് പിന്നെ നിൽക്കരുത്. പിന്നെ മാന്യ മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ പോവുക, ജീവിക്കാൻ നോക്കുക, ജീവിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുറേ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വഴി അവിടെ കൂടി എക്സ്പോസ് ആവും, നാണം കെട്ടും. നാറുന്നതിന് പുറമെ കുടുംബ ജീവിതങ്ങൾ തകരും, കുടുംബ ബന്ധങ്ങൾ തകരും. പിന്നെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും.
അല്ല ഇങ്ങനെ അവരാഴ്ച നടക്കുന്ന ഒരു കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ആ ഒരു വഴിക്ക് പോവാതിരിക്കുക. ഓക്കെ, ഇത് മക്കളുണ്ടാവും, നാളെ അവർക്ക് സ്കൂളിൽ പോകണം, പുറത്തിറങ്ങണം, അങ്ങനെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകണം, അവർക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ മക്കൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും. ആ മക്കൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഇതെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചിട്ട് സ്വന്തം കഴപ്പുകൾ കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ മക്കളുടെ ഭാവിയെങ്കിലും ഓർത്ത് കുറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ മക്കളായിരിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത്. നിന്റെ തന്ത എങ്ങനെയല്ലേ, നിന്റെ തള്ള എങ്ങനെയല്ലേ, നീ അതിന്റെ മോനല്ലേ. ഇപ്പൊ തന്നെ ഫിറോസ് വന്നിട്ട് ഇവിടെ സജിനെ എക്സ്പോസ് ചെയ്തു, പല കാമുകന്മാരെയും പലവന്മാരെ കൂടെ, അയൽവാസി, ഡയറക്ടർ, പ്രൊഡ്യൂസർക്ക് അമ്മ, അങ്ങനെ കുറെ എണ്ണത്തിനെ എക്സ്പോസ് ചെയ്ത്. ഇതെല്ലാം ആ മക്കൾ നാളെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുന്ന സമയത്ത് ഇതെല്ലാം അവരുടെ നേരത്ത് ചൂണ്ടിക്കാണിക്കപ്പെടും. നിന്റെ അമ്മ മറ്റേ 8-10 എണ്ണത്തിൻ്റെ അവിടെ പോയതല്ലേ, ഇത്തരം ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കടികളുണ്ടെങ്കിൽ കുറച്ചൊന്ന് അടക്കി ഒതുക്കിയൊക്കെ വയ്ക്കുക. പിന്നെ ഇവിടെ പക്ക ഹണി ട്രാപ്പ് പരിപാടി സജിന ചെയ്തിട്ടുണ്ട്. 3 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഒഴിഞ്ഞു മാറും എന്നുള്ള സെറ്റപ്പിൽ. അതിന്റെ അർത്ഥം ഹണി ട്രാപ്പ് എന്നാണ് എൻ്റെ അറിവിൽ. ഓക്കെ, അതിന് വേറൊരു പേരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ 3 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവള് പണം, മനസ്സിലായി. ഞാനതന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കുറെ പേര് നീ എന്ത് തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും അറിയാതെ ഞാൻ സംസാരിക്കത്തില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ വേറെ ഏതോ കടയാടി മോള് വന്ന് എനിക്കിതൊരു വെടിയിട്ട് ഞാൻ മറ്റേ കോവാ എന്നാണ്. ഇന്ന് അവള് വന്നിട്ട് മറ്റോളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ് സജിനെ. അങ്ങനത്തെ കുറെ കടയാടി മക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ കണക്കിലെടുക്കാറില്ല, പോട്ട് പുല്ലെന്ന് തോന്നി വിടും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഫിറോസ് പാർട്ട് 3 ഇട്ടിട്ടുള്ള കുറച്ച് വോയിസും കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ട് നോക്കാം. മനസ്സിലാക്കിയിട്ട് നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലോ മനസ്സിലാക്കുന്ന റിസുൽപ്പക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നേനെ. നിങ്ങൾ അത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകത്തിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചിരിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും അച്ഛനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ, സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ഛനൊരു കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. അച്ഛാ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പൗകൃത്യം തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ഛനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്ത് അല്ലെങ്കിൽ ഞാൻ അച്ഛനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ഛനിട്ട് കൊടുക്കും. അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആയതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയാണ്. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പോ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിവിടെ പോയി അവിടെ എല്ലാം അതിലെല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണോ അന്നേരം?
ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മ പറഞ്ഞല്ലോ നിങ്ങള് അത് സജിന നിർബന്ധിച്ച ഉമ്മ ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചു, നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം ഫിറോസ് പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നത്, അതിനുള്ള റിസൾട്ട് ഞാൻ തന്നെ എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? നീ അങ്ങനെ അല്ലല്ല, നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടമല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞ് പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുട്ടി കിടന്ന് കരയല്ലല്ലോ ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും അന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരം നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നമ്മ എടുത്തും അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചെടുത്തില്ല, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞേ ഇത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾ എന്റെ അടുത്ത് കാണിക്കുന്ന അതുകൊണ്ട് ഈ കുഞ്ഞിന് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ അല്ലല്ല നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ ആദ്യം ഒന്ന് അബൂട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിൻ്റെ സാധനം എടുത്ത് എൻ്റെയിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാം? പിടിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് ഇവിടെ കൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മയെടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിന്റെ കാര്യം പറയട്ടെ. ഒരു കാര്യം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നിർബന്ധിക്കണ്ടല്ലോ. മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചതാണ്.
ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞ് മനസ്സിലാക്കാം കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെയൊക്കെ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണ് ഈ പറഞ്ഞ ആണോ ആളാണോ ആണോ ആണോ ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂൽക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവൾ ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവൾ ശരി അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാതെ എന്താ എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയോടുള്ള കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ, അന്നമ്മയെ വിട്ടേ. പക്ഷെ അച്ഛായന്റെ അടുത്തും ദിയായിട്ടും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. നീ ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ കൂട്ടുനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ല, രണ്ട് വിഷയങ്ങൾ ആണ് സജിന അത്രയും വലിയ മാനിപ്പുലേറ്റ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ഒന്ന്, ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. രണ്ടെന്ന് പറഞ്ഞത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജിനയ്ക്ക് തന്നെ സജിനയുടെ ഉമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം അവർ ഉമ്മായി കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത് ആലോചിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫിറോസിന്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് സത്യം. അവൻ വെറും ഇതായിപ്പോയിടെ അവൻ്റെ അവസ്ഥ, ഫിറോസിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട് കേട്ടോ. അത് ഇല്ലെന്ന് പറയുന്നില്ല, ഇതൊക്കെ സ്വന്തം ഭാര്യ ഇങ്ങനെ പലവന്മാരോടെയും പോകുന്നു, അവിടെ ഗർഭിണിയാകുന്നു, അതെല്ലാം അവർ സംസാരിക്കുന്ന സാധനം കേൾക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥ. സത്യം നിങ്ങൾ സേഫായെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫിറോസിൻ്റെ ആദ്യത്തെ ലൈഫ് ഹിസ്റ്ററിയൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം. ഫിറോസ് അത്യാവശ്യം തരികിടയൊക്കെ ആയിരുന്നു, ഓക്കെ, എനിക്കറിയാം. പക്ഷേ ഈ ഒരു ലൈഫിലോട്ട് വന്നപ്പോൾ മൊത്തം അടപടലം തേഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി. ഉള്ള കാര്യം പറയാം, തേഞ്ഞൊട്ടി. അത് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഫിറോസ് ഈ വോയിസൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് പാവം തോന്നും, സീരിയസ്ലി പാവം തോന്നും. ഞാനൊക്കെയാണ് ഈ സ്ഥാനത്ത് ചിലപ്പം ഇത് വേറെ വല്ലതൊക്കെ എടുത്ത് ചെയ്തേനെ. അത് തീർക്കാനൊന്നും നിൽക്കത്തില്ല, കാരണം എനിക്ക് ലൈഫുണ്ടല്ലോ. പക്ഷെ ആ ദേഷ്യത്ത് എന്തെങ്കിലും ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല ഞാൻ. പൊട്ടണ പോലെ പാവം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കേട്ടിരിക്കേണ്ട ഒരു ഗതികേട്, കേട്ടിരുന്ന് വീഡിയോ ചെയ്യുന്നു, വല്ലാത്ത അവസ്ഥ. പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡേഞ്ചർ ഫിറോസ് ആയത്, പക്കാ ഡേഞ്ചർ ആയത്. ഓക്കെ, അടിച്ച് അണ്ണാക്കി കൊടുത്ത്. അതുപോലെ ഓസ്കാർ കിട്ടേണ്ട പൂക്കുണ്ടിക്കല്ല, സജിനയ്ക്കാണ് കിട്ടേണ്ടത് ഇമ്മാതിരി ഓസ്കാർ. കാരണം ലൈവിൽ വന്നിട്ട് മറ്റേ ഇൻസ്റ്റയിൽ റീലിട്ട് പറയുന്നു, അയ്യോ ഞാൻ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, എനിക്കറിയത്തില്ല. അമ്മാതിരി അഭിനയിക്കാൻ അറിയായിരുന്നു അല്ലേ, ഓസ്കാരാ. ഞാൻ പിന്നെ കണ്ടുപിടിച്ച പറഞ്ഞ അഭിനയമാണത്. ഓക്കെ, അതൊരു സൈഡില്ല. അടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ട് വായ്ത്താളം അടിച്ച് തള്ളി മറിച്ച് കുഞ്ഞു മക്കള് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തള്ളു മറിപ്പായിരുന്നു. കറക്റ്റ് ടൈമിലാണ്, റൈറ്റ് ടൈമിലാണ് ഫിറോസ് കൊണ്ട് ഈ സാധനം അടിച്ചു കൊടുത്തത്. സത്യം ഞാൻ ആ 3 കോടിയുടെ കേസ് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് തെറി വിളിച്ച്, നീ എന്തറിഞ്ഞിട്ടടാ, എന്ത് തെളിവുണ്ടായിരുന്നിട്ടടാ സംസാരിക്കണമെന്ന്. ഇപ്പം കേട്ടല്ലോ. ഞാൻ ഒരു തേങ്ങ അറിയാതെ ചുമ്മാ ഒന്ന് വായ്ത്താളം അടിക്കാൻ നിൽക്കത്തില്ല. കാരണം നാളെ വായ്ത്താളം ചുമ്മാ വായ്ത്തോന്നി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. പണ്ട് രേണുവിൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ഞാൻ പല കാര്യങ്ങളും എനിക്കറിയാമെന്നുള്ളത് തെളിവ് സഹിതം ഞാൻ കയ്യിൽ വെച്ചിട്ട് കുറേയൊക്കെ കൊണ്ട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ രേണു എന്ത് ചെയ്ത് എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കാര്യങ്ങൾ കാണിച്ചപ്പോൾ പോലീസുകാർക്ക് ബോധ്യമായി അവൻ്റെ കയ്യിൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൂഞ്ചത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്ത് അവസാനം രേണു മൂഞ്ചി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 3 കോടിയുടെ കേസ് ഞാൻ പറഞ്ഞപ്പോൾ സജിനേൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്ത് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്ന് ഞാൻ തെളിവെടുത്ത് കാണിച്ചു കൊടുക്കും, അവിടെ ഞാൻ സേഫാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തെളിവില്ലാതെ ഞാനൊരു തേങ്ങ സംസാരിക്കത്തില്ല. തെളിവില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വള്ളി വരും. തെളിവ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ തെളിവ് കാണിക്കാതെ ഞാൻ അത് ചുമ്മാ ഇങ്ങനെ ഞാൻ വായി തോന്നിയ പറഞ്ഞെന്ന് പറയുമോ, പിടിച്ച് ഇടിക്കുക, അവർ കുനിഞ്ഞ് ചേർത്ത് ഇടിക്കും. അതുകൊണ്ട് എൻ്റെ തെളിവില്ലാതെ ഞാൻ സംസാരിക്കത്തില്ല. എന്തായാലും കൊള്ളാം,
അടിപൊളി നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതൊന്നും അല്ലടേ ഈ 3 പാർട്ടിലുള്ളതെന്നല്ല, ഇനി വേറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, സീരിയസ്ലി. അത്രയ്ക്ക് വലിയ വലിയ കഥകളൊക്കെ ഉണ്ട്, കഥകൾ. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ഇടണം.